നമസ്കാരം. പ്രധാന വാർത്തകൾ. IRDP SGSY ഓണം വിപണനമേള 2011 കാഞ്ഞങ്ങാട്ട് തുടക്കം. നഗരം ഗണേശഭക്തിയിൽ അലിഞ്ഞു. സാർവജനിക ഗണേശോത്സവം സമാപിച്ചു. ജില്ലയിൽ പത്രബന്ദ് പൂർണ്ണം. മലയാള ദിനപത്രങ്ങളുടെ വിതരണം മുടങ്ങി. വിധവകളുടെ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. 4.5 പതിറ്റാണ്ടിന് ശേഷം മടിയൻകൂലത്ത് ഭണ്ഡാരിയച്ഛൻ സ്ഥാനമേൽക്കൽ ചടങ്ങ് നടന്നു. ഗണേശഭക്തിയിൽ കൊളവേലിലെ രവി ഒരുക്കിയത് അപൂർവമായ ഗണേശ വിഗ്രഹം. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം നടത്തുന്ന ഓണം വിപണനമേള 2011 കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും സഹകരണത്തോടെയാണ് മേള നടക്കുന്നത്. കുടുംബശ്രീ സ്വയം സഹായ സംഘ ഗ്രൂപ്പുകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. IRDP SGSY ഓണം വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നഗരത്തിൽ വിളംബര ജാഥയും നടന്നു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപം വൈറ്റ് ലൈൻ മാളിലാണ് മേള നടക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. P കരുണാകരൻ MP മേള ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഓണത്തിന് ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലക്ക് ലഭിക്കാനുള്ള സംവിധാനമാണ് IRDP വിപണന മേള നമ്മൾ എല്ലാ വർഷവും നടത്തുമ്പോൾ ലക്ഷ്യം വെക്കാറുള്ളത്. നമ്മുടെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ വഴിയായാലും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ മുഖേനയും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ വിപണനമേളയിൽ നല്ല നിലവാരം പുലർത്തുന്ന സാധനങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓണം കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം വിപണനമേളയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ബ്ലോക്ക് പഞ്ചായത്തിനും കുടുംബശ്രീ യൂണിറ്റിനുമുള്ള സമ്മാനം ജില്ലാ കളക്ടർ KN സതീഷ് വിതരണം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ A കൃഷ്ണൻ, അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, TV ഗോവിന്ദൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, CA മുംതാസ് ഷമീറ, BM പ്രദീപ്, K സുജാത തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊജക്ട് ഡയറക്ടർ T തുളസീധരൻ സ്വാഗതം പറഞ്ഞു. നഗരത്തെ ഗണേശഭക്തിയിൽ അലിയിച്ച് സാർവജനിക ഗണേശോത്സവം സമാപിച്ചു. സാർവജനിക ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സാർവജനിക ഗണേശോത്സവം ശനിയാഴ്ച നിമഞ്ജന ഘോഷയാത്രയോടെ സമാപിച്ചു. ഗണേശ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള നിമഞ്ജന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി. ഗണേശ സ്തുതികളുമായി നീങ്ങിയ നിമഞ്ജന ഘോഷയാത്ര ഹോസ്ദുർഗ് അമ്മനവർ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പുറപ്പെട്ടത്. ഹോസ്ദുർഗ് അരയാത്തറ ചുറ്റി നീങ്ങിയ ഘോഷയാത്ര ശ്രീകൃഷ്ണ മന്ദിർ, കുന്നുമ്മൽ, കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷൻ, TB റോഡ്, കുശാൽ നഗർ വഴി പുതിയ വളപ്പ് കടപ്പുറത്ത് എത്തിച്ചേർന്നു. പുതിയ വളപ്പ് കടപ്പുറത്തെ സമുദ്രത്തിൽ ഗണേശ വിഗ്രഹം നിമഞ്ജനം ചെയ്യുകയുണ്ടായി. വഴിനീളെ ഭക്തജനങ്ങളുടെ ആരതി സമർപ്പണവും നടന്നു. പത്ര മാനേജ്മെന്റുകളുടെ നിഷേധാത്മക നിലപാടുകൾക്കെതിരെ ജില്ലയിൽ പത്ര ഏജന്റുമാർ നടത്തിയ പത്രബന്ദ് ജില്ലയിൽ പൂർണ്ണം. കാലിക്കടവിൽ പത്രവണ്ടി തടഞ്ഞിട്ടു. ചെറുവത്തൂരിൽ പത്രക്കെട്ടുകൾ വലിച്ചെറിഞ്ഞു. 35 വർഷം മുമ്പ് നിശ്ചയിച്ച ഏജന്റുമാരുടെ കമ്മീഷൻ പുനർനിർണ്ണയിക്കുക, സപ്ലിമെന്റുകൾക്കും ഇരട്ടപത്രങ്ങൾക്കും പ്രത്യേക കമ്മീഷൻ നൽകുക, ഓണം, വിഷു, റംസാൻ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ ഫെസ്റ്റിവൽ അലവൻസുകൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ്
ഏജൻറ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി പത്രബന്ദിന് ആഹ്വാനം ചെയ്തത്. ജില്ലയിൽ ബന്ദ് പൂർണ്ണമായിരുന്നു. കാലിക്കടവ്, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, തച്ചങ്ങാട്, പെരിയ, പുല്ലൂർ, അമ്പലത്തറ, ചട്ടഞ്ചാൽ, കാസർഗോഡ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പത്രവിതരണം മുടങ്ങി. ഉൾഗ്രാമങ്ങളിലും പത്രവിതരണം തടസ്സപ്പെട്ടു. കാലിക്കടവിൽ ശനിയാഴ്ച പുലർച്ചെ പത്രവണ്ടി തടഞ്ഞിട്ടു. തുടർന്ന് പോലീസ് എത്തിയാണ് തടസ്സം നീക്കിയത്. ചെറുവത്തൂരിലിറക്കിയ പത്രക്കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പത്രം ഏജന്റുമാർ പ്രതിഷേധം അറിയിച്ചത്. കനത്ത പോലീസ് ബന്ദോബസ്തിൽ കാഞ്ഞങ്ങാട്ട് പത്രം ഇറക്കിയെങ്കിലും ഏജന്റുമാർ പത്രക്കെട്ടുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. പത്ര വിതരണ രംഗത്ത് നേരിടുന്ന സാമ്പത്തിക ബാധ്യതകളും ജോലിഭാരവുമാണ് തങ്ങളെ ഇത്തരമൊരു സമരത്തിലേക്ക് നയിച്ചതെന്ന് സമരത്തിൽ പങ്കെടുത്ത ഏജന്റുമാർ പറഞ്ഞു. ഈ സമര ബന്ദിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏജന്റുമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി പത്ര മാനേജ്മെൻറ്റ് പുറംതിരിഞ്ഞ നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ 35 വർഷത്തിന് മുമ്പ് നടപ്പിലാക്കിയ 25% കമ്മീഷൻ 50% ഉയർത്തണമെന്നും അതുപോലെ തന്നെ ഉത്സവത്ത അഡ്വാൻസ് എന്നിവ നൽകണമെന്നും കൂടാതെ സപ്ലിമെൻറ്റുകൾക്ക് കോടിക്കണക്കിന് പരസ്യങ്ങൾ നൽകിക്കൊണ്ട് പത്ര മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്ന ആ രീതിയിൽ നിന്ന് ഞങ്ങൾക്കും കൂടി ചെറിയൊരു കമ്മീഷൻ അതിൽ കൂടി നൽകണമെന്നും അതുപോലെ തന്നെ മഴക്കാലത്ത് കോട്ട് എന്നീ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ഒട്ടുമില്ല 1.5 ലക്ഷത്തോളം പത്ര ഏജന്റുമാരും വിതരണക്കാരും ബന്ദ് പത്രവിതരണം നടത്താതെ ബന്ദ് എന്ന സമരമാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പണിമുടക്കിയ ഏജന്റുമാർ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. പ്രകടനത്തിന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഗോപിനാഥൻ, ശ്രീനിവാസൻ, ചാത്തുക്കുട്ടി, ഉണ്ണികൃഷ്ണൻ, രാജൻ, മോഹനൻ കാലിക്കടവ്, ഉണ്ണികൃഷ്ണൻ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിലുള്ള ജില്ലാ ഓണം വിപണന മേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. സെപ്റ്റംബർ 3 മുതൽ 8 വരെ നോർത്ത് കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിന് സമീപം നടത്തുന്ന മേള നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ അവരുടെ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ തനിമ, പരിശുദ്ധി, കേരളീയത എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തുന്ന മേളയിൽ കുടുംബശ്രീ ചെറുകിട സംരംഭകരുടെ വിവിധ ഇനം ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നവരുടെ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ കൗൺസിലർമാരായ ടി ശോഭ, എൽ സുലൈഖ, ടി അബൂബക്കർ ഹാജി, സി ജാനകിക്കുട്ടി, NA ഖാലിദ്, ഗംഗാ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ MK രാജശേഖരൻ സ്വാഗതവും ജയശ്രീ HK നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ GNM നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള കോഴ്സുകൾക്ക് പ്രവേശനത്തിനായി ഉടൻ ബന്ധപ്പെടുക. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines.
Mansoor Hospital. Dedication, determination and divinity. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിധവകളുടെ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നത്തിന് മാത്രമല്ല, അതിലുപരിയായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒട്ടേറെ വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്തായ കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോവുക, കുടുംബജീവിതത്തിലായാലും മറ്റ് രംഗങ്ങളിലായാലും. അങ്ങനെ വരുമ്പോൾ അവരെങ്ങനെ സഹായിക്കാൻ വേണ്ടി കഴിയും, അവരെങ്ങനെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും, അതുതന്നെയാണ് ഇത്തരം വിഭാഗങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇപ്പോൾ ആദിവാസി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുമുള്ള മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും പൊതുവിൽ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് തന്നെ അവരെ ബാധിക്കുന്ന ഒറ്റപ്പെട്ട പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന നിലയിലാണ് അവർ സംഘടിപ്പിക്കുന്നത്. M. ശാന്ത അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ VP ജാനകി, KV മേരി, ദേവി രവീന്ദ്രൻ, KV ലക്ഷ്മി, M. ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. വിധവാ പെൻഷൻ 1000 രൂപയാക്കണമെന്നും വിധവകളുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായം 25,000 രൂപയാക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 2011 തുടങ്ങി. സ്കൂളിലെ മലയാളം വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ചലച്ചിത്രമേള നടക്കുന്നത്. 3, 4, 5 തീയതികളിൽ നടത്തുന്ന മേളയിൽ ബഷീർ ദ മാൻ, പാതേർ പാഞ്ചാലി, നൈറ്റ് ആൻഡ് ഫോഗ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ തുടങ്ങി ഒട്ടേറെ ലോകോത്തര സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ചലച്ചിത്രമേള ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം ചെയ്തു. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സകല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി കഴിഞ്ഞു. എന്നാൽ ഇത്രയും പ്രധാനമായി നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സിനിമയെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? പൊതുവെ നമുക്ക് സിനിമയോടുള്ള സമീപനം, സിനിമയെക്കുറിച്ച് നിങ്ങൾ ആരൊന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം, ഇതാണ് മലയാളികളുടെ സമീപനം. ഞാനിപ്പോൾ സിനിമയെക്കുറിച്ച് അത്രയൊക്കെ പറയാനുള്ളത്, ഒരു സിനിമ കണ്ടാൽ അത് എങ്ങനെയുള്ള സിനിമയാണെങ്കിലും ഗംഭീരമായി എന്ന് പറയണം, അടിപൊളിയായി എന്ന് പറയണം. ആ സിനിമയിൽ എങ്ങനെയാണോ അതിൽ നായകൻ വേഷം ധരിച്ചിരിക്കുന്നത് അതുപോലെ വേഷം ധരിക്കണം. കയ്യിൽ ചരട കെട്ടിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചരട് വാങ്ങി കെട്ടണം. അയാൾ കോളർ ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കോളർ ഉയർത്തി വെക്കണം. അയാൾ വേറെ എന്തെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ നടക്കണം. എന്ന് പറഞ്ഞാൽ എന്താണോ സിനിമയിൽ കാണുന്നത് അത് അതേപടി വിഴുങ്ങണം എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കണം. ചടങ്ങിൽ പ്രിൻസിപ്പാൾ PP കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന കാർഷിക വികസന ബാങ്ക് എംപ്ലോയീസ് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ഒക്ടോബർ 22, 23 തീയതികളിൽ നടക്കുന്ന 16ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണമാണ് ശനിയാഴ്ച നടന്നത്. ഹോസ്ദുർഗ് കാർഷിക വികസന ബാങ്ക് നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കൂടാളി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ഷാജി മോഹനൻ, സംസ്ഥാന സെക്രട്ടറി പ്രവീൺ കുമാർ, KV ഗംഗാധരൻ, പത്താനത്ത് കൃഷ്ണൻ, അഡ്വക്കേറ്റ് മാത്യൂസ് തെരുവപ്പുഴ, വാഴ്ന്നോറടി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ഇലക്ട്രോണിക്സ് കടയിൽ കവർച്ച, 1 ലക്ഷം രൂപയും 20 മൊബൈൽ ഫോണുകളും കവർന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഇലക്ട്രോണിക്സ് കടയിലാണ് കവർച്ച നടന്നത്. തൊട്ടടുത്ത 2 കടകളിലും കവർച്ചാ ശ്രമം നടന്നു. ചൂരിയിലെ PA അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സമാസ് ഇലക്ട്രോണിക്സ് കടയിലാണ് കവർച്ച നടന്നത്. കടയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1,08,000 രൂപയും 20 മൊബൈൽ ഫോണുകളും കവർച്ച ചെയ്യപ്പെട്ടു. തൊട്ടടുത്ത ബദിയടുക്കയിലെ അബ്ബാസിന്റെ ബ്ലൂമിൻ മൊബൈൽ കടയിലും ചെമ്മനാട്ടെ അബ്ദുൾ റഹ്മാന്റെ DTP സെന്ററിലും മോഷണശ്രമം നടന്നു. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ചാ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. കവർച്ച നടന്ന കടകൾ SP ശ്രീശുഖന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സന്ദർശിച്ചു. ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മടിയൻ കോവിലകം എന്നറിയപ്പെടുന്ന മടിയൻ കുലോത്ത് വേലാശ്വരത്തെ വടക്കില്ലത്ത് ഗോപാലൻ ഭണ്ഡാരി അച്ഛനായി സ്ഥാനമേറ്റു. അപൂർവ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഭക്തജനപ്രവാഹം. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാന കേന്ദ്രമായ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രം നീണ്ട 45 വർഷങ്ങൾക്ക് ശേഷം അപൂർവ ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. മടിയൻകുലം ക്ഷേത്രവുമായി ആചാരപരമായും അനുഷ്ഠാനപരമായും അഭേദ്യമായ ബന്ധമുള്ള തറവാടുകളിലൊന്നായ മടിയൻ കേക്കടവൻ തറവാട്ടിലെ അംഗം ഭണ്ഡാരി അച്ഛനായി സ്ഥാനമേൽക്കുന്ന ചടങ്ങാണ് ശനിയാഴ്ച ക്ഷേത്രത്തിൽ നടന്നത്. പുരാവൃത്തമനുസരിച്ച് മടിയൻ കോവിലകത്തെ ഭണ്ഡാരപ്പുരയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു ഭണ്ഡാരിയച്ഛൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കാരണവർ. എന്നാൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി കേക്കടവൻ തറവാട്ടിൽ നിന്നും ഈ സ്ഥാനം വഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല.
തറവാട്ടിൽ നടന്ന പ്രശ്നചിന്തയിൽ വേലാസുരത്തെ വടക്കില്ലത്ത് ഗോപാലിനെ ആ സ്ഥാനം അലങ്കരിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. 50 വർഷങ്ങൾക്ക് മുൻപ് മാത്രമേ നമ്മുടെ കേക്കടം തറവാട്ടിൽ അച്ഛൻ്റെ സ്ഥാനം വഹിച്ച ആളുണ്ടായിരുന്നു. അതിനുശേഷം 50 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പം നമുക്കിതിനെക്കുറിച്ച് അച്ഛൻ്റെ ആധാരങ്ങളെക്കുറിച്ചും ബാക്കിയൊന്നും അറിയില്ല. അതിന് പ്രശ്നവിധിയാലും മറ്റ് പൂർവികർ ആൾക്കാരോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് അച്ഛന്മാരുണ്ട്, ഭക്തികർ അച്ഛനുണ്ട്, അവരോട് ചോദിച്ചറിഞ്ഞിട്ടുമാണ് നമ്മൾ ഈ ചടങ്ങിനെ പൂർത്തീകരിച്ചത്. തന്ത്രി ഇവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉപദേശപ്രകാരം നമ്മൾ പുതിയതായിട്ട് ഗോപാലൻ ഭണ്ഡാരച്ചൻ പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റേ പൂർവ്വ നാമം തന്നെ വിളിക്കില്ല. അതെ, കേക്കടം തറവാട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ള സമുദായക്കാരായാലും നമ്മുടെ മറ്റു തറവാട്ടുകാരായാലും ഇതേ വിളിയാൻ പറ്റി ഭണ്ഡാരച്ചൻ. അതേ മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ചടങ്ങ്. താമസം വേലാശ്വരം. കൃത്യം ക്ഷേത്രത്തിൽ തറവാട്ടേക്കും വരെ. ശനിയാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം ബ്രഹ്മശ്രീ വാരിക്കാട്ടിലത്തെ പത്മനാഭൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ കലശം കുളിച്ചെത്തിയ വടക്കില്ലത്ത് ഗോപാലിനെ ഭണ്ഡാരിയച്ഛനായി വാഴിക്കുന്ന ചടങ്ങ് നടന്നു. ക്ഷേത്ര ഭണ്ഡാരത്തിൽ കാണിക്കയർപ്പിച്ച് ദേവീദേവന്മാരെ വണങ്ങിയ ശേഷം ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരിയിൽ നിന്നും താക്കോലും പ്രസാദവും വാങ്ങി ദേവാലയ പ്രദക്ഷിണവും നടത്തി. തുടർന്ന് സത്യകഴകം കണ്ണച്ചൻ വീട്ടിലെത്തി ആചാര വിധിപ്രകാരം കാണിക്കയും ദേവീദേവ വന്ദനവും കഴിഞ്ഞ് കേക്കടവൻ വീട് തറവാട്ടിലെത്തിയ ഭണ്ഡാരി അച്ഛനെ തറവാട്ട് കാരണവെത്തി നിലവിളക്കുമേന്തി കാലിൽ വെള്ളവുമൊഴിച്ച് അകത്തളത്തിലേക്ക് വരവേറ്റു. ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ വിവിധ കഴകങ്ങളിൽ നിന്ന് സ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും തറവാട്ടിലെ കുഞ്ഞുകുട്ടി കിടാങ്ങളും നിരവധി ഭക്തജനങ്ങളും എത്തിച്ചേർന്നിരുന്നു. പുതിയ വളപ്പ് കടപ്പുറത്ത് മണലിൽ തീർത്ത ഗണേശ വിഗ്രഹം അപൂർവ കാഴ്ചയായി. മണലിൽ ഗണേശ വിഗ്രഹമൊരുക്കിയ കൊളവയലിലെ രവിയുടെ കരവിരുത് കാഴ്ചക്കാർക്ക് വിസ്മയമായി. കൊത്തുപണി വിദഗ്ധനായ രവിയുടെ ദീർഘമായ പരിശ്രമത്തിനൊടുവിലാണ് പുതിയ വളപ്പ് കടപ്പുറത്തെ മണലിൽ ഗണേശ വിഗ്രഹം ഒരുക്കാനായത്. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രവിയുടെ കരവിരുതിൽ പൂർണ്ണതയുള്ള ഗണേശ വിഗ്രഹം മണലിൽ രൂപമെടുക്കുകയായിരുന്നു. തികഞ്ഞ ഗണേശഭക്തനായ രവി തൻ്റെ മനസ്സിലെ ഗണേശഭക്തിയെ കരവിരുതിൽ പ്രകടമാക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ നിമജ്ജനം നടക്കുന്ന സമയത്ത് നമുക്കൊരു മണൽ ശില്പം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇന്ന് രാവിലെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സഫ്രംകുളത്തിൻ്റെ കൊളവിൽ സഫ്രംകുളത്തിൻ്റെ അംഗമാണ്. വീടുകൾക്ക് മരത്തിൽ കൊത്തുപണി ചെയ്യുന്ന ഈ 35-കാരൻ്റെ കരവിരുതിൽ തീർത്ത ഗണേശ വിഗ്രഹം കാണാൻ നിരവധി ആളുകൾ കടപ്പുറത്ത് എത്തിയിരുന്നു. കോഴിക്കടത്ത് ജീപ്പ് ഓട്ടോയിലിടിച്ച് പരവനടുക്കം സ്വദേശി മരിച്ചു. ടാക്സ് വെട്ടിച്ചു പോവുകയായിരുന്ന കോഴിക്കടത്ത് ജീപ്പ് ഓട്ടോയിലിടിച്ച് ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചട്ടഞ്ചാലിൽ വെള്ളിയാഴ്ച വൈകിട്ട് 3:30 മണിയോടെയാണ് സംഭവം. കൊമേഴ്സ്യൽ സംഘത്തെ വെട്ടിച്ചു കടന്നു വന്ന കോഴിക്കടത്ത് ജീപ്പാണ് ചട്ടഞ്ചാലിൽ അപകടം വരുത്തിവെച്ചത്. കൊമേഴ്സ്യൽ വിഭാഗം പിന്തുടരുന്നതിനാൽ അമിത വേഗതയിൽ വരികയായിരുന്ന കോഴിക്കടത്ത് ജീപ്പ് ചട്ടഞ്ചാലിൽ വെച്ച് ഓട്ടോയിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ 3 തവണ കരണം മറിഞ്ഞു. ഓട്ടോ യാത്രക്കാരനായ പരവനടുക്കം കൈന്താറിലെ PV അബ്ദുള്ളയാണ് മരിച്ചത്. ബണ്ടിച്ചാലിൽ നിർമ്മാണം നടന്നു വരുന്ന മകളുടെ വീടിൻ്റെ നിർമ്മാണ സാമഗ്രികൾ വാങ്ങാൻ പോകുമ്പോഴാണ് അബ്ദുള്ള അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ജീപ്പിനെ പിന്തുടർന്നു വന്ന കൊമേഴ്സ്യൽ സംഘത്തെ രോഷാകുലരായ നാട്ടുകാർ മർദ്ദിച്ചു. കൊമേഴ്സ്യൽ ടാക്സ് ഉദ്യോഗസ്ഥരായ മധു, രാജേഷ്, ഡ്രൈവർ വിനോദ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IRDP SGSY ഓണം വിപണനമേള 2011 കാഞ്ഞങ്ങാട്ട് തുടക്കം. നഗരം ഗണേശഭക്തിയിൽ അലിഞ്ഞു. സാർവജനിക ഗണേശോത്സവം സമാപിച്ചു. ജില്ലയിൽ പത്രബന്ദ് പൂർണ്ണം. മലയാള ദിനപത്രങ്ങളുടെ വിതരണം മുടങ്ങി. വിധവകളുടെ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. 4.5 പതിറ്റാണ്ടിന് ശേഷം മടിയൻകൂലത്ത് ഭണ്ഡാരിയച്ഛൻ സ്ഥാനമേൽക്ക ചടങ്ങ് നടന്നു. ഗണേശഭക്തിയിൽ കൊളവേലിലെ രവി ഒരുക്കിയത് അപൂർവമായ ഗണേശ വിഗ്രഹം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.